നമ്മളെ കയ്യും വന്നിട്ടുള്ളേ ഓൻ വന്നിക്കണോ? ഓനൊന്നും എനിക്ക് പഴയമാതിരി പറഞ്ഞില്ലല്ലോ. ഓൻ വന്നിട്ട് 10-15 ദിവസം എത്ര? ഓൻ വെറും പെണ്ണുങ്ങള് കുട്ടികൾ പറഞ്ഞിട്ട് പെരിയിൽ ഇങ്ങനെ കുത്തിരിക്കും. കയ്യും വര് മാഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. എന്താ ഓട്ടി വർത്തണം? ഞാനടാ സ്ഥലത്തിന്റെ ലോണൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി പോയതല്ലേ. അപ്പോഴൊക്കെ തന്നെ പുറത്തേക്ക് ഇറങ്ങുള്ളൂ. ആകെ ഒരു മാസം ലീവല്ലോ. ഓക്കെ, ദത്ത് ഗൾഫ് ഇപ്പം ഗൾഫ് തന്നെയല്ലേ. ഇജ്ജൊരു കാര്യം ചെയ്യും, എനിക്ക് ഏതായാലും നാട്ടുകാരെ വേണ്ടല്ലോ, ഇജ്ജ് പെരിക്ക് പോയിക്കോ. ഞാൻ വൈകുന്നേരം വരാം. ഓട്ടെ, കുറച്ച് തിരക്കുണ്ടേ. എല്ലാവരും ആയിരുന്നല്ലോ പഞ്ചലായി. ദത്ത് വർത്താന ഔട്ടേജ് പറഞ്ഞത് എന്തൊരു സന്തോഷത്തോടു കൂടിയാണ് ആ ചെറുക്കം ഇങ്ങോട്ട് വന്നത്. ചടപ്പിച്ച് കുട്ടിയില്ല. ദത്ത് ഗൾഫ് ഇപ്പം ഗൾഫ് തന്നെയല്ലേ. ഓൻ്റെ മാതിരി ഓൻ വെറും പെണ്ണുങ്ങള് കുട്ടികൾ പറഞ്ഞിട്ട് പെരിയിൽ ഇങ്ങനെ കുത്തിരിക്കും. അത് പറയാൻ എനിക്ക് എന്ത് യോഗ്യത ഔട്ടിയല്ലത്? എൻ്റെ പെണ്ണുങ്ങൾക്ക് ജോലി ഉണ്ടായതല്ലേ ജി ഉങ്ങിൻ്റെ ഒട്ടിൽ കുത്തിരിക്കണേ. അല്ലാതെ ഇവിടെ ഇരിക്കൂലല്ലോ. എൻ്റെ ഫാമിലിയും കുട്ടികളൊക്കെ എൻ്റെ ഒപ്പം ഗൾഫിലല്ലേ. ഇവൻ്റെ ഫാമിലിയും കുട്ടികളൊക്കെ അവിടെ സൗദിയിൽ തന്നെയാണ്. ഇവൻ എന്താ പ്രശ്നം? ഞാൻ നിങ്ങളോട് ദേഷ്യം ഉണ്ടായതുകൊണ്ട് പറയല്ലടാ. ഓരോരുത്തരുടെ അവസ്ഥകൾ അങ്ങനെയാണ്, സാഹചര്യങ്ങൾ അങ്ങനെ. നമ്മളൊന്നും മനസ്സിലാക്കാതെ പറയാൻ പാടില്ല. ആ ചെറുക്കം ഭയങ്കര സങ്കടത്തിലാണ് പോയത്. വളരെ മോശമായിപ്പോയി. സുനി പറയുന്ന കാര്യമുണ്ടോ അവിടെ? ഓനാകെ ഒരു മാസത്തെ ലീവ് ഉള്ളല്ലോ. എല്ലാവർക്കും ഈ തമാശ ഒന്നും പറ്റിക്കോളണില്ല. ഓരോ പ്രവാസികളുടെ അവസ്ഥ ഓരോ മാതിരിയാണ്. കുറേ പൈസ ഉണ്ടായിട്ടൊന്നും കാര്യമല്ല. ആദ്യം മനുഷ്യന്മാരെ മനസ്സിലാക്കാൻ പഠിച്ചു.